ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. തിങ്കളാഴ്ച വീഡിയോ ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മൾ സൺഡേ വീഡിയോ ഇടുമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ദീപാവലി വിഷസൊക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ ദീപാവലി ആഘോഷം എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത് കേട്ടോ. 2-3 ദിവസത്തേക്ക് നല്ല തിരക്കായിരുന്നു എനിക്ക്. ദീപാവലിയുടെ 2 ദിവസം മുന്നത്തെ, അതായത് സാറ്റർഡേയും സൺഡേയിലത്തെയും കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാറ്റർഡേ രാവിലെ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് പോയി. അപ്പോൾ ആമിക്ക് ഇന്ന് PTM ഉള്ള ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ഓപ്പണിംഗ് കഴിഞ്ഞ സമയത്താണ് അവർക്ക് മാർക്ക് ലിസ്റ്റ് തന്നത്. അങ്ങനെ പിന്നെ PTM ഇപ്പോഴാണ് കേട്ടോ വെച്ചത്. അപ്പോൾ ഇന്ന് അതിന് പോകണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒന്ന് നടക്കാനായിട്ട് വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ സേഫാണ്. അപ്പോൾ ഞങ്ങളന്ന് രാവിലെ നടക്കാൻ പോകുന്നതിൻ്റെ അന്നും നല്ല വെയിലായിരുന്നു കേട്ടോ. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പാർക്കിൽ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് മഴ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മഴ ആയ കാരണം കൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പാർക്കിൽ വന്നിരിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു ഫ്രീ ടൈം തന്നെയാണ്. ആമി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പാർക്കിൽ വരാൻ പറ്റത്തില്ല. കാരണം അവൾക്ക് നമ്മളോടൊപ്പം നടക്കാനുള്ളൊരു സ്പീഡ് കിട്ടത്തില്ല. മാത്രമല്ല ഈ പാർക്കിൽ വലിയ ആൾക്കാർ മാത്രം നടക്കുന്ന പാർക്കാണ്. ഇപ്പോൾ വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പാർക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ ആമി ഉള്ള സമയത്ത് ഞങ്ങളിവിടെ വരാറില്ല. പിന്നെ ആമി ട്യൂഷന് വിടുന്ന ദിവസമാണെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാനും ഹസ്ബൻഡും കൂടി നടന്നിട്ട് പിന്നെ അവളെ പോയി ട്യൂഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അന്ന് നടക്കാനൊക്കെ പോയ ആ ഒരു ടൈമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ചില സമയത്ത് എന്തെന്നില്ലാത്തൊരു സങ്കടം വരും അല്ലേ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഉള്ളതിലൊന്നും നമ്മൾ സന്തോഷം കണ്ടെത്താതെ നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് നമ്മളെപ്പോഴും സങ്കടപ്പെടാറുണ്ടല്ലേ. അങ്ങനെ നമ്മൾ സങ്കടപ്പെടും തോറും നമുക്ക് മാനസികമായിട്ട് ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചിട്ട് നമുക്കതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെയാണല്ലേ. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരാത്ത ചില കാര്യങ്ങൾ കാണുമല്ലേ. ചിലപ്പോൾ വ്യക്തികളാവാം, ചിലപ്പോൾ ആ മൊമെൻറ്റ്സ് ആവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു ആവാം. അപ്പോൾ എന്ത് കാര്യം തന്നെയാണെങ്കിലും അപ്പോൾ നമുക്കത് കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറക്കുകയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് മനുഷ്യർക്ക് മറവി എന്ന് പറയുന്നൊരു സംഭവം, ഇല്ലാത്ത കാര്യത്തിനോടുള്ളൊരു മറവി അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകത്തില്ല അല്ലേ. നമ്മളത് ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ എന്താണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ, ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മളങ്ങനെ ആലോചിക്കുമല്ലേ, എന്നാലും നമുക്ക് ആരുമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ നിമിഷം ഇരിക്കും തോറും മാനസികമായിട്ട് നമ്മൾ ഒത്തിരി തളർന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളതിൽ നമ്മൾ സമാധാനവും സന്തോഷവും കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഉള്ള ചെറിയ കാര്യങ്ങളിൽ തന്നെ നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു ഹോബിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഷനോ നമ്മൾ പിന്തുടരണം. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്കങ്ങനെ ദുഃഖം ഉണ്ടാവുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. ജീവിതം ഓരോ സെക്കൻഡും മുന്നോട്ട് പോകും തോറും നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ ലോകത്ത് അത്ര ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമാണല്ലോ നമ്മുടേത്. എത്ര നാൾ നമ്മൾ ജീവിക്കുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡും മാക്സിമം നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി നിർത്തുക. ഒരു കാര്യത്തെയും നമ്മളെ ദുഃഖിപ്പിക്കാനായിട്ട് അനുവദിക്കരുത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പേരിൽ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. പിന്നെ എത്രയോ പേർക്ക് നമ്മുടെ അത്ര പോലും ആരോഗ്യമില്ലാതെ ഒത്തിരി ആരോഗ്യപരമായിട്ടൊക്കെ സങ്കടപ്പെടുന്ന എത്രയോ പേരുണ്ടല്ലേ. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യം ചെയ്തവരാണെന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആമിയുടെ PTM ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ PTMനൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ട് കുറേ നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് പുറത്ത് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇന്ന് വരാൻ പറ്റുമെന്നും എന്നെ വിചാരിച്ചതല്ല. ഞാൻ രാവിലെ ഭക്ഷണമൊന്നും വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ കോട്ടയം കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേയും 1-2 വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇത്
നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. നല്ല സർവീസാണ് കേട്ടോ, നല്ല ഭക്ഷണമാണ് ഇവിടെ. അപ്പം ഞങ്ങളിവിടെ വന്ന് ഊണ് കഴിക്കാനാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇന്ന് അവർക്ക് ഇത് ബിരിയാണി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ മെനു. അപ്പം അങ്ങനെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ VR ചെന്നൈയിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾ വന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി. കാരണം കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇവിടെയൊക്കെ വന്നൊന്ന് ചില്ലാവാന്ന് വിചാരിച്ചേട്ടാ. കാരണം നമ്മളെപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു പ്രത്യേകം ഒരു വല്ലാത്തൊരു ബോറടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വന്ന് തന്നെ. എൻ്റെ ഹസ്ബൻഡിനും ഒരുപാട് ദിവസം അങ്ങനെ വീട്ടിൽ ഇരിക്കാനൊന്നും ഇഷ്ടമില്ല, പുറത്തിങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ VR മാളിൽ വന്നു. അപ്പോഴേക്കും തന്നെ വൈകുന്നേരമായി. പിന്നെ വരുന്ന വഴിക്ക് നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് മഴയത്ത് ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും തന്നെ കുറച്ച് വൈകി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് കയറിയപ്പോൾ തന്നെ ഏകദേശം ഒരു 2:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയത്. പിന്നെ വൈകുന്നേരം ടൈമായി, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ പുറത്ത് VR ചെന്നൈ മാളിൻ്റെ പുറത്ത് തന്നെ ഇവിടെ ഇങ്ങനെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. 1-2 ചെറിയ ഷോപ്പുകളുണ്ട്, മദ്രാസ് കോഫിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ പുതിയ ആ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ പേരിപ്പോൾ ഓർക്കുന്നില്ല. ഇവിടെ നിന്ന് വന്നിട്ട് ഒരു ഓറിയോ മിൽക്ക് ഷേക്കാണ് മേടിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ മിൽക്ക് ഷേക്കാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര മധുരമായിട്ട് എനിക്ക് തോന്നി. ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരിക്കൽ ഓറിയോ മിൽക്ക് ഷേക്ക് കഴിച്ചായിരുന്നു. അപ്പോൾ അത് കൊള്ളാം. ഞാനും ആമിയും കൂടിയാണ് അത് കഴിച്ചത്. ഹസ്ബൻഡ് കോഫി എന്താണ് കേട്ടോ മേടിച്ച് കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഇത്തവണ ഞങ്ങൾ ക്രാക്കേഴ്സ് ഒന്നും മേടിക്കുന്നില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് നിമിഷം ആയപ്പോഴത്തേക്കും ഇങ്ങനെ മേടിക്കാമെന്ന് കരുതി. കാരണം സൗണ്ട് കേൾക്കുന്നതൊന്നും മേടിക്കുന്നില്ല കേട്ടോ. കാരണം ആമിക്ക് നല്ല പേടിയാണ്, എനിക്കും നല്ല പേടിയാണ്. പിന്നെ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. കാരണം വീടിൻ്റെ മുറ്റത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അടുത്ത വീട്ടിൽ കാറൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മേലെയും നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ വെക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ഒത്തിരി വെച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗൊക്കെ കണ്ടാലും മനസ്സിലാവും. പുതിയ ആളുകൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പഴയ സബ്സ്ക്രൈബേഴ്സിനെ അറിയാമായിരിക്കും. അങ്ങനെ ഞങ്ങളിതേ വീണ്ടും നിലമ്പൂർ സൈഡ് തന്നെയാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വലിയ ക്രൈസൊന്നും ഇല്ല ഇതിനോട്. എൻ്റെ ഹസ്ബൻഡിനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഏതൊക്കെയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ട് 1 കിലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപ, അതായിരുന്നു റേറ്റ്. കിലോ കണക്കിനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമുക്ക് ചെറിയ പാക്കറ്റ് എടുത്താൽ മതി, അതുപോലെ തന്നെ സൗണ്ട് ഇല്ലാത്തത് എടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആമിക്ക് നല്ല പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മയിലിൻ്റെതൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഇത്തവണ അതൊന്നും എടുത്തിട്ടില്ല, കുറച്ചാണ് മേടിച്ചത്. അപ്പം നമ്മളെല്ലാം കൂടി എടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ 3 കിലോ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു ബോക്സിൻ്റെ വെയിറ്റും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ കിലോ കണക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ഒരു നഷ്ടമാണ്, എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ടൈമിലല്ലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു. ഓരോ ക്രാക്കേഴ്സിനെ കുറിച്ചൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഒത്തിരി പയ്യന്മാർ നിൽപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അത് ആ ഒരു വയലറ്റ് കളർ ടീഷർട്ട് ഇട്ടേക്കുന്നില്ലേ, അതാണ് അവരുടെ ഡ്രസ് കോഡ്. അവരിങ്ങനെ ഓരോന്നും എങ്ങനെയാണ് ക്രാക്കേഴ്സ് പൊട്ടുന്നത്, അപ്പോൾ മേലെ ആകാശത്ത് പോയിട്ട് ഏത് ഷേപ്പിൽ വരും, ഏത് കളറിൽ വരും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കോട്ടയം കഫേയിൽ വന്നില്ല. ആ സമയത്ത് അങ്ങോട്ട് പോയപ്പോഴും ഈ കട നോക്കി വെച്ചതാണ് കേട്ടോ. ഒത്തിരി കടകളുണ്ട്, പക്ഷെ എന്തോ ഈ കട കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ കിലോ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരാമെന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും തന്നെ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ദീപാവലിയൊക്കെ അടിപൊളിയാണ് കേട്ടോ, നാട്ടിലത്തെ പോലെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് പടക്കവും പൊട്ടാസൊക്കെ വെക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തത്. അപ്പോൾ രാവിലെ തൊട്ടേ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പ്രിപ്സ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പം അങ്ങനെ ഞാൻ വന്നിട്ട് കുറച്ച് നെല്ലിക്ക ഇതുപോലെ അച്ചാറിടാനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞാനത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചപ്പോഴത്തേക്കും തൊലി ചെറുതായിട്ടൊന്ന് കറുത്തുപോയി. പിന്നെ അത് എന്തായാലും ഇനിയിപ്പോൾ അച്ചാറിടാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതിന് കട്ട് ചെയ്ത് എടുത്തു. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് കാണിക്കാം. ഫ്രഷ് ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ചെന്നൈയിൽ ഒത്തിരി ബ്രാഞ്ചസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഇത്തവണ പച്ചക്കറികൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പോയി മേടിച്ചുകൊണ്ട്
മേടിച്ചുകൊണ്ട് വന്നു. നോക്കിയപ്പോഴത്തേക്കും നല്ല ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കടയാണ്. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ തന്നെയാണ് കിട്ടുന്നത്. എല്ലാ സാധനവും ഉണ്ട് അവിടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആപ്പ് വഴി ഷോപ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് മേടിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റായിട്ട് പോയിട്ടാണ് മേടിക്കുന്നത്. ഇല്ലെങ്കിൽ സെപ്റ്റോന്ന് എടുക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്നും മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്കിനി സവോളയും ചെറിയ ഉള്ളിയൊക്കെ അത്യാവശ്യം കൂടുതൽ വേണം. കാരണം നമ്മൾ ദീപാവലിക്ക് നോണാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം. ഞാനങ്ങനെ ഒരുപാട് നേരത്തേക്ക് മാറ്റി വെക്കത്തില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന 1-2 വ്ളോഗിൽ എന്നോട് കമൻറ്റ് സ്ഥിരമായിട്ട് കുറച്ച് പേര് പറയുന്നവരുണ്ട്, എന്നെ പോലെയാണ്, എൻ്റെ അതേ ക്യാരക്ടറാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ കുറേ പേരൊക്കെ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി. ഞാനിങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളാണ് കേട്ടോ. ആവശ്യമില്ലാതെ മറ്റൊരാളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഞാൻ പോകത്തില്ല. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ തന്നെ നമുക്ക് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലയും ഉലുവയും പൊട്ടിച്ചിട്ട് ഈ നെല്ലിക്ക ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് പിന്നീടാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഈ ഒരു നെല്ലിക്ക നല്ലെണ്ണയിൽ കിടന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഞാനങ്ങനെ ഇപ്പോൾ പുഴുങ്ങിയിട്ടൊന്നല്ല കേട്ടോ വയ്ക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു രീതിയാണത്. നല്ല ടേസ്റ്റാണ്, പൂത്ത് പോകത്തില്ല. പ്രത്യേകിച്ച് പുറത്ത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വെച്ചേക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് പൊടികൾ, മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും പിന്നെ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. ഉള്ളിൽ കുറേ ഹാഫ് കുക്ക് പോലെയാണ് വേവുന്നത്. ഒത്തിരി അങ്ങനെ വെന്ത് കുഴയത്തില്ല. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതുപോലെ നമ്മൾ ബട്ടർ മുറുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാവൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ ഇടിയപ്പം മാവാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു കപ്പ് നിറച്ച് അരിമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വറുത്ത അരിപ്പൊടിയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞാൻ ഇതുപോലെ ഇടിയപ്പം മാവിലാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ. കടല മാവ് എടുത്തിട്ടുണ്ട്, അതൊരു ഏകദേശം 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ കൃത്യമായ അളവ് പറയുകയാണെങ്കിൽ 1.5 കപ്പ് അരിമാവിന് 1/2 കപ്പ് കടല മാവാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു അളവിന് ചേർത്തപ്പോഴത്തേക്കും കുറച്ച് കടലമാവിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ഇപ്പോൾ നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് കടലപ്പൊടി ചേർത്താൽ മതിയാവേ. കാരണം ഒരുപാട് ചേർത്താലും ആ കടലമാവിൻ്റെ കുത്തലുണ്ടാവും. അപ്പോൾ നമുക്ക് മുറുക്കിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, നല്ല ജീരകം ചെറുതായിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ബട്ടർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തിരി ചേർക്കരുത് കേട്ടോ. നമ്മൾ എടുത്ത ആ ഒരു സ്പൂണിൽ കറക്റ്റ് ഒരു സ്പൂൺ എടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബട്ടർ ഡയറക്റ്റായിട്ട് എടുക്കരുത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ അതിനകത്ത് കിടന്ന് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും കയ്യിൽ ഇങ്ങനെ ഒരുമിച്ച് വരണം. അതുപോലെ തന്നെ വിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉടഞ്ഞു പോവുകയും വേണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. പിന്നെ കായപ്പൊടി കുറഞ്ഞു പോയതുകൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണിന് താഴെ ഇട്ടാൽ മതിയേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഞാൻ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ കടലമാവിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരളവാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് കടലമാവാണ് എടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ സൈഡിലൊരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത് മുറുക്ക് നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന എണ്ണ ഉണ്ടല്ലോ, നല്ല ചൂടാക്കാനായിട്ട് വെച്ചേക്കുന്ന എണ്ണ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂണോളം ആ ചൂട് എണ്ണ, തിളച്ച എണ്ണ അങ്ങനെ എടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം എന്നാലാണ് നമ്മുടെ മുറുക്ക് ആ കറക്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന ടേസ്റ്റും കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പിനെസ്സും കിട്ടത്തുള്ളൂ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും, നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്.
പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഡയറക്റ്റായിട്ട് എണ്ണയിൽ കൊണ്ടുപോയി കൈ വെച്ച് കൊടുക്കാതെ മാവ് ഒന്ന് കുഴച്ച് ആ എണ്ണയിലോട്ടൊക്കെ ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അത്ര വലിയ ചൂടൊന്നും തോന്നത്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതിൻ്റെ അച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാറിൻ്റെ അച്ചില്ല, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ മോഡലിലുള്ള അച്ചാണുള്ളത്. പിന്നെ മറ്റേത് പക്കാവട ചെയ്യാനുള്ള അച്ചാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാരമുറുക്കം ഉണ്ടാക്കിയെടുക്കാം. ബട്ടർ ചേർക്കണമെന്നില്ല, ഇതേ സെയിം അളവിന് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മാവെടുത്ത് ഗണപതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സ്നാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെക്കാറുണ്ട്, അങ്ങനെ വെച്ചതാണ് കേട്ടോ. പ്രത്യേകിച്ച് ദീപാവലി പലഹാരമല്ലേ, അതുകൊണ്ടാണ്. ഞാനിതിപ്പോൾ നമ്മുടെ വിളക്കിൻ്റെ മുമ്പിലൊന്നും വെച്ച് നേദിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രസാദം പോലെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനത് എപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത്തവണ ഓർത്ത് ചെയ്തതാണ്. പിന്നെ ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കി ഇട്ടേക്കണം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ അച്ചിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് നമ്മളത് അകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടച്ചെടുക്കാം. അത് നല്ല ചൂടായിരിക്കും കേട്ടോ. നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കൈ കൊണ്ട് വിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുക്കാനായിട്ട്. ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ ഒരു വൈറ്റ് കളർ ആവാനും പാടില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പം എൻ്റെ വിരലിൽ ആ ഒരു കറുത്ത പാടിരിക്കുന്നത് നമ്മൾ നെല്ലിക്ക കട്ട് ചെയ്തില്ലേ, അതിൻ്റെ ഒരു കറയാണ് കേട്ടോ കാണുന്നത്. അപ്പം അങ്ങനെ ദേ എല്ലാം മുറുക്കും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ, ഒത്തിരി തണുക്കണ്ട. എന്നിട്ട് നമുക്കിത് ബോക്സിലേക്ക് മാറ്റാം. ഞാൻ ഈ കണ്ണാടി ബോക്സിലാണ് മാറ്റി വെച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്നാക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ, മറക്കരുത്. പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുള്ള കുറച്ച് ഈ പൊട്ടാസൊക്കെ മേടിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇത്തവണ ഇത് മറ്റേ പൂക്കുറ്റി പോലത്തതും പിന്നെ കമ്പി മത്താപ്പൊക്കെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എല്ലാവരും വെക്കുന്ന കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു കൗതുകം തോന്നി, അങ്ങനെ വെച്ചതാണ്. അപ്പോൾ ആമിക്ക് നല്ല പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇത്തവണയാണ് ആദ്യമായിട്ടാണ് ഈ കമ്പിത്തിരി വെക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, അത്രയ്ക്കും എനിക്കും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആമി പേടിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്കും തോന്നാറുള്ളത്. കാരണം നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പണ്ടൊന്നും ഇതിൻ്റെ അടുത്ത് പോലും വരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഒത്തിരി പേടിച്ചിട്ടൊക്കെയാണ് നിന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് അങ്ങനെ വയ്ക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒട്ടും പേടിയൊന്നുമില്ല. പിന്നെ അതേ ഈ പൂക്കുറ്റി ഇതൊക്കെ വെച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മളിത് മേടിക്കാതിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനെന്ന് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ തന്നെയാണ് ഒത്തിരി മേടിക്കണ്ടെന്ന് പറഞ്ഞു, ഒന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. പക്ഷേ എന്നാലും അവർ ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ നമ്മൾ മേടിച്ചു പോകും കേട്ടോ. അതങ്ങനെയാണല്ലേ. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുകയും ചെയ്തു, നമ്മൾ മേടിക്കാതിരുന്നെങ്കിൽ നമുക്കതൊരു വിഷമമായേനെ. കാരണം ഇതൊക്കെ ഒറ്റത്തവണ വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരു സെലിബ്രേഷനാണ്. അപ്പോൾ അടുത്ത തവണ എന്താണ് നമ്മുടെ അവസ്ഥയെന്ന് അറിയത്തില്ല. നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് എന്നോട് ഹസ്ബൻഡ്. ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. ടെറസിൻ്റെ മേലെ നിന്ന് നോക്കിയിട്ട് ആ ലേക്കിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. തിങ്കളാഴ്ചയാണല്ലോ ദീപാവലി. അപ്പോൾ ഇത് സൺഡേയിലത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു സന്തോഷം. പിന്നെ താഴെ വന്നിട്ട് ഞാനിതേ പഴയ നമ്മുടെ LED ലൈറ്റ്സൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആമിയുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞാൻ റൂമിൽ വെച്ചേക്കുന്നതാണ്. പിന്നെ ചെറിയ റൂമിലും ഈ LED ലൈറ്റ് ഇട്ടായിരുന്നു. നമുക്ക് നമ്മുടെ ലിവിങ് റൂമിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഒത്തിരി സ്പോട്ട് ലൈറ്റൊക്കെ ഓൾറെഡി നമ്മുടെ വീട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചെറിയ റൂമിൽ ഇങ്ങനെ ലൈറ്റ്സ് ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ ആമിയാണ് പെട്ടെന്ന് എന്നോട് പറഞ്ഞത് മൈലാഞ്ചി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മൾ എന്തോ ആവശ്യത്തിന് മേടിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് റെഡ് കളർ ആയിട്ടില്ല. അപ്പോൾ ഇത് ഇട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നോക്കുമ്പോഴാണ് നല്ല റെഡ് കളർ ആവത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒലീവ് ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം റെഡ് കളറായിട്ട് കിട്ടും കേട്ടോ. അവൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാനും കൂടി ഇട്ടതാണ് കേട്ടോ. അതും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. നല്ലതായിട്ടൊന്നും എനിക്ക് വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. എന്തോ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. നമ്മുടെ ദീപാവലി വിശേഷങ്ങളായിട്ട് അടുത്ത ഫ്രൈഡേ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.